الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم واضرب لهم مثل الحياة الدنيا كماء إن أنزلناه من السماء فاختلط به نبات الأرض فأصبح حشيما تذروه الرياح وكان الله على كل شيء مقتدرا സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിലെ എല്ലാ പ്രതിഭാസങ്ങളിലും വിശ്വാസികളായ നമുക്ക് പലതും പഠിക്കാനുണ്ട്. അത് മഴയായാലും വെയിലായാലും ചൂടായാലും തണുപ്പായാലും എന്തും അധികമായാൽ
അത് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാണ്. എല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പാകപ്പെടുത്തിയ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സംവിധാനിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയിൽ നമുക്കേറെ അനുഗ്രഹമായ ഒരു അനുഗ്രഹമാണ് മഴ. യഥാസമയം മഴ കിട്ടാതെ വന്നാൽ സകല ജീവജാലങ്ങളും ഇല്ലാതെയാകും. വെള്ളവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ ജീവജാലങ്ങളും അവയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർവശക്തനായ റബ്ബ് ആ മഴ ലഭിക്കേണ്ടുന്ന സമയങ്ങളിൽ കൃത്യമായി നമുക്ക് മഴ തന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ 30ഓളം സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 30ഓളം തവണ മഴയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ ജീവിതത്തെ തന്നെ മഴയോടാണ് ഉപമിച്ചത്. നമ്മളൊന്ന് ഓതിയ സൂറത്ത് അൽ കഹ്ഫിന്റെ 45-ാമത്തെ വചനത്തിൽ കാണാം, വദരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ. മനുഷ്യ ജീവിതം മഴ പോലെയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ്, വദരിബ് ലഹും മസലൽ ഹയാത്ത് ദുനിയ. നബിയേ, നീ അവർക്ക് ഐഹിക ജീവിതത്തിന്റെ ഉപമ വിവരിച്ചു കൊടുക്കണം. ഏതുപോലെയാണ്? കമാഇൻ അൻസൽനാഹു മിനസ് സമാ. ആകാശത്ത് നിന്ന് നാം ഇറക്കിയ വെള്ളം പോലെയാണ്, അല്ലെങ്കിൽ മഴ പോലെയാണത്. ഫഖ്തലത ബിഹി നബാതുൽ അർളി ഫഅസ്ബഹ ഹശീമൻ തദറുഹു റിയാഹ്. അതുമൂലം ഭൂമിയിൽ സസ്യങ്ങൾ ഇടകലർന്നു വളരുന്നു. മഴ പെയ്യുമ്പോഴാണ് ആ അത്ഭുതം നടക്കുന്നത്. മഴ പെയ്യുമ്പോഴാണ് സസ്യലതാദികൾ മുളക്കുന്നത്. ഇടകലർന്നിട്ടാണ് അത് മുളക്കുന്നത്. എന്നാൽ അത് കാറ്റുകൾ അതിനെ പറത്തിക്കളയുന്നു. തുരുമ്പുകളായിക്കൊണ്ട്, ഉണങ്ങിയതായിക്കൊണ്ട് കാറ്റുകൾ വന്നാൽ അതെല്ലാം പാറിപ്പോകുന്ന തരത്തിൽ അതായിത്തീരുന്നു. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് സൂറത്ത് അൽ കഹ്ഫിലൂടെ നമ്മുടെ ജീവിതത്തെ ഒരു മഴയോട് ഉപമിക്കുകയാണ്. ആ മഴയിൽ ഉണ്ടാകുന്ന സസ്യലതാദികളോട് ഉപമിക്കുകയാണ്. അവസാനം ഒരു കാറ്റത്ത് പാറിപ്പോകുന്ന ജീവജാലങ്ങളായി നാം മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മനസ്സിലാകുന്ന ഭാഷയിൽ, ലളിതമായ ഭാഷയിൽ ഉപമിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഒരു കാറ്റടിച്ചാൽ, ശക്തമായ ഒരു മഴ പെയ്താൽ, അതല്ലെങ്കിൽ ശക്തമായ തണുപ്പുണ്ടായാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ജീവിതങ്ങളായി നാം മാറും. അതിന് കഴിവുള്ളവനാണ് റബ്ബ്. ആ ഓർമ്മയുണ്ടാകണം. നബിയെ, ഈ ഉപമ ഒന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നുണ്ട്, ഈ ദുനിയാവിൽ പരലോകത്തെ മറന്നുകൊണ്ട് അഭിരമിച്ചു പോകരുത്. ദുനിയാവ് മാത്രമാണ് ജീവിതം എന്ന് കരുതി ആരും ജീവിച്ചു പോകരുത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറു അമല. സൂറത്തുൽ അൽ കഹ്ഫിലെ 46-ാമത്തെ വചനം. അൽ മാലു വൽ ബനൂൻ, സ്വത്തും സന്താനവും, സീനത്തുൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതത്തിന്റെ അലങ്കാരം മാത്രമാണ്. ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ് സ്വത്തും സന്താനവും ഒക്കെ. അതെല്ലാം നമുക്കുണ്ടാകും, അല്ലാഹ് നൽകിയതിനെ സ്വീകരിക്കാം. പക്ഷേ അത് മാത്രമാണ് ജീവിതം എന്നാരും കരുതരുത്. വൽ ബാഖിയാതു സ്സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറു അമല. എന്നാൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിങ്കിൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും. നമ്മുടെ ജീവിതത്തിൽ നമുക്കായി, നമ്മുടേതായി, നമുക്ക് മാത്രം ഉപകരിക്കുന്നതായ അമലുസ്സാലിഹാത്തുകൾ വേണം. അതിനെ പ്രയത്നിക്കണം, അതിനെ ഈ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തണം. പ്രിയമുള്ളവരെ, അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇല്ലാതെയാകുന്ന ജീവിതമാണ് എന്ന് നാം ഓരോരുത്തരും ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പഠിപ്പിക്കുന്നത്. ഈ ദുനിയാവിലെ ഓരോ കാര്യം അത് കാണുമ്പോഴും അത് കേൾക്കുമ്പോഴും അതിലൂടെ തൗഹീദ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവല്ലാതെ ആർക്കും കഴിയില്ല എന്ന ബോധം നമുക്കുണ്ടാകണം. റാസിഖ് അല്ലാഹുവാണ്. അല്ലാഹുവാണ് നമുക്ക് അന്നം നൽകുന്നത്. അല്ലാഹു സമീഅാണ്, അല്ലാഹു ബസീറാണ്, അല്ലാഹു ബഷീറാണ്. അല്ലാഹുവിന്റെ ഗുണനാമ വിശേഷങ്ങളിലൂടെ അല്ലാഹുവിനെ അറിയാൻ ഈ ലോകത്തിന്റെ അത്ഭുതങ്ങളിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ 1-2 ഖുതുബകളിൽ ആ വിഷയത്തിന്റെ സൂചന നൽകിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്നും ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നും അവനാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും. നമ്മുടെ സങ്കടങ്ങളും വേദനകളും എല്ലാം സമർപ്പിക്കപ്പെടേണ്ടത്, എല്ലാ നേർച്ച വഴിപാടുകളും കാണുന്നവനായ കേൾക്കുന്നവനായ റബ്ബിലാണ് സമർപ്പിക്കപ്പെടേണ്ടത് എന്നും നാം ഓരോരുത്തരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അത്ഭുതങ്ങളിലൂടെ എല്ലാം പഠിപ്പിക്കുന്നത് തൗഹീദാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ കാണാം, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ലോകത്തോട് സംസാരിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ജാതി വർഗ വർണ്ണ ഭാഷ വ്യത്യാസമില്ലാതെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയുന്നു, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനാണവൻ. ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മതയുള്ള ആളുകളാകുന്നതിന് വേണ്ടി. ഇങ്ങനെ അവകാശപ്പെടാൻ
എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടാൻ, നമുക്ക് മുന്നേ കഴിഞ്ഞുപോയ തലമുറകളെ സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടാൻ അല്ലാഹുവല്ലാതെ ആരുണ്ട്? മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇനി ഖിയാമത്ത് നാളോളം ജനിക്കാനിരിക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കുന്നവൻ, ലോകത്തിന്റെ സൃഷ്ടാവ്, സർവശക്തനായ റബ്ബ് ഒന്ന് മാത്രമാണ്. ആ റബ്ബാണ് പറയുന്നത് ആ റബ്ബിനെ ആരാധിക്കാൻ. കഴിഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഈ ഭൂമിയെ ഒരു വിരിപ്പ് പോലെ സംവിധാനിച്ചവനാണവൻ. കഴിഞ്ഞില്ല. വസ്സമാബിനാ, ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി സംവിധാനിച്ചവനാണവൻ. അത്ഭുതമാണ്. വഅൻസല മിനസ്സമാഇ മാഅൻ, അതേ ആകാശത്ത് നിന്നാണ് വെള്ളത്തെ കൊണ്ടുവരുന്നത്. ഫഅഖ്റജ ബിഹി മിനസ്സമറാതി റിസ്ഖൻ ലക്കും, അതേ വെള്ളത്തിൽ നിന്നാണ് നിങ്ങൾക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ മുളപ്പിക്കുന്നതും. ഈ കഴിവുള്ളവൻ ആരാണ്? അല്ലാഹുവല്ലാതെ മറ്റാർക്കെങ്കിലും സാധ്യമാണോ? മഴയില്ലാത്ത സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് വന്ന റസൂലിനോട് പറയുന്ന, നബിയെ വരൾച്ചയാണ് നബിയെ, റബ്ബിനോട് ദുആ ചെയ്യണ നബിയെ. നബിയോടല്ല പറഞ്ഞത്, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അത് കാണിച്ചെന്നാണ്. കാരണം അത് കഴിവുള്ളവനോടാണ് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് മഴ പെയ്യിപ്പിക്കാൻ കഴിയില്ല. റസൂലിനെന്നല്ല, ലോകത്ത് ഒരു മനുഷ്യനും കഴിയില്ല. അള്ളാന്റെ റസൂലിന് കഴിയാത്ത ലോകത്താർക്കും കഴിയില്ലല്ലോ. റസൂലിന് കഴിയാത്തത് റസൂൽ ഒരു സൃഷ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്. അള്ളാന്റെ റസൂല് ഖാലിഖ് അല്ല, ഖാലിഖ് ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് അല്ലാഹ്. അതുകൊണ്ട് അള്ളാഹനെ ആരാധിക്കണം. നമുക്ക് നിങ്ങൾ ആ മഴയിലൂടെ, ഭൂമിയിലൂടെ, ആകാശത്തിലൂടെ, പഴവർഗ്ഗങ്ങളിലൂടെ, സസ്യലതാദികളിലൂടെ, മൃഗങ്ങളിലൂടെ, എല്ലാറ്റിലൂടെയും ഒരു ലോകത്തിന്റെ സൃഷ്ടാവിനെ കാണാൻ കഴിയുമെങ്കിൽ അതിലൂടെ അള്ളാഹു തൗഹീദിനെ കുറിച്ച് അതിലൂടെ പഠിപ്പിക്കുക. അതിനാണ് ആ ആയത്ത് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. ഇങ്ങനെയൊക്കെ ആയിരിക്കെ, അറിവുള്ളവരായിരിക്കെ അള്ളാഹുവിനെ നിങ്ങൾ സമന്മാരെ കണ്ടെത്തരുത്. എത്ര ലളിതമാണ്, എത്ര സുന്ദരമാണ്. ഇതുപോലെ കഴിവുള്ളവൻ ഉണ്ടെന്ന് നിങ്ങൾ ആരും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അത് വലിയ ആപത്താണ്, വലിയ ആപത്താണ്. യാതൊരു സംശയമില്ല. ആ ആപത്തിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അത് സംഭവിച്ചാൽ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ച് അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന നന്ദി കെട്ടവനായി തീരും. അള്ളാഹ് പൊറുക്കാത്ത പാപമായി തീരും. അതുകൊണ്ട് ഈ ചുറ്റുപാടുകളിൽ തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അത്ഭുതങ്ങളുണ്ട്. അതിലൊരത്ഭുതമാണ് മഴ, അതിലൊരത്ഭുതമാണ് വെളിച്ചം, അതിലൊരത്ഭുതമാണ് കാറ്റ്. അതുകൊണ്ട് തന്നെ അതൊന്നും അപകടം വരാത്ത രൂപത്തിൽ, നമുക്ക് അനുകൂലമാകുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കാൻ വരെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായത് പഠിപ്പിച്ചു. അതുകൊണ്ട് വിശ്വാസികൾ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കും, ഈ അനുഗ്രഹങ്ങളെല്ലാം റബ്ബിൽ നിന്ന് കൈപ്പറ്റി വേണ്ടുവോളം ആസ്വദിച്ചിട്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരാണോ നമ്മൾ? അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരാണോ നമ്മൾ? വളരെ കൃത്യമായിട്ട് ആലോചിക്കണം പ്രിയമുള്ളത്. ഒരല്പസമയം, ഒരു ദിവസത്തിലെ ഏതാനും മിനിറ്റുകൾ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാൻ നാം തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മളെക്കാൾ അതപ്പതിച്ചവർ വേറെ ആരുണ്ട് പ്രിയമുള്ളവരെ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി അൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. പ്രതാപശാലിയായ
ഹകീമായ റബ്ബിനെ ആകാശഭൂമി ലോകത്തുള്ള സകല വസ്തുക്കളും തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ണിൽ കാണുന്നതും കാണാത്തതുമായ സകല വസ്തുക്കളും, അത് ഉറുമ്പാകട്ടെ, ചതലാകട്ടെ, ആനയാകട്ടെ, ആഴക്കടൽ നീന്തി തുടിക്കുന്ന നീലത്തിമീങ്കലമാകട്ടെ, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളാകട്ടെ, എല്ലാം യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, റബ്ബിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്കിൽ തിരിച്ചറിവുള്ള, ബുദ്ധിയുള്ള, ബോധമുള്ള മനുഷ്യരെ നാം അതുപോലെ തസ്ബീഹ് ചെയ്യുന്നവരാണോ അല്ലേ? ആലോചിക്കണം. ആ പക്ഷികളെക്കാൾ, മൃഗങ്ങളെക്കാൾ, സസ്യലതാദികളെക്കാൾ, ഇഴജന്തുക്കളെക്കാൾ നമ്മൾ നന്ദിയുള്ളവരാണോ അല്ലേ എന്ന് നാം ചിന്തിക്കണം, ആലോചിക്കണം. അങ്ങനെ ആലോചിച്ചാൽ ഒരൽപ്പമെങ്കിലും മനസ്സിൽ ഈമാനുള്ളവരാണെങ്കിൽ പ്രിയമുള്ളവരെ പ്രയാസം തോന്നും. അള്ളാഹിൻ്റെ ഒരു ചോദ്യമുണ്ട് ഖുർആനിൽ. ചോദ്യങ്ങൾ കുറേ ഉണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും നമ്മൾ ചെവി കൊടുക്കാറില്ല. അതാണ് നമ്മുടെ പ്രശ്നം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ജാജ ഫലൗലാ തഷ്കുറൂൻ. സൂറത്തുൽ വാഖിയയിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് ഇറക്കിയത്, അതല്ല നാം ആണോ ഇറക്കിയത്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. എപ്പോഴെങ്കിലും ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? ആലോചിക്കാൻ വേണ്ടി പറയാം. ഇത് ആഴത്തിൽ മനസ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ വെള്ളം കുടിക്കാതെ അള്ളാഹു നൽകിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരണം. 2-3 ദിവസം ഞാനിപ്പോൾ അനുഭവിച്ചതാണ്. വെള്ളവും ഭക്ഷണവും ഒന്നും വായയിലൂടെ ഇറക്കാൻ പറ്റാതെ 2-3 ദിവസം കിടന്നൊരു കിടപ്പുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിൻ്റെ വേദനയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഖുതുബ ഞാൻ പറയുന്നത്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അതൊരു ബുദ്ധിമുട്ടാണ്. നാവിലുള്ള മുറിവുകളാണ് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും പറ്റാത്തത്. കഴിക്കണമെങ്കിൽ, കുടിക്കണമെങ്കിൽ നല്ല വേദന സഹിക്കണം. സുബ്ഹാനല്ലാഹ്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനും വശഫത്തൈൻ, നാവിനെയും 2 അധരങ്ങളെയും 2 കണ്ണുകളെയും ഒക്കെ നൽകിയില്ലെന്നൊരു ചോദ്യമുണ്ട് ഖുർആനിൽ. വേറൊരു ചോദ്യം, അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ തട്ടലും മുട്ടലും വന്നാൽ മതി പട്ടിണി കിടക്കാൻ. വലിയ പ്രയാസാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കാണുമ്പോൾ ദാഹമുണ്ട്, കുടിക്കാൻ കൊതിയുണ്ട്, പക്ഷെ നല്ലതുപോലെ കുടിക്കാൻ പറ്റാത്ത സാഹചര്യം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഓരോരുത്തരും ആലോചിക്കുക, നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകും അതുപോലെ വെള്ളം കുടിക്കാൻ പറ്റാത്തവർ, മൂക്കിലൂടെ ട്യൂബിട്ടവർ, അതിലൂടെ ഭക്ഷണം കൊടുക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? അതുപോലെ വെള്ളം കിട്ടാത്ത ആളുകൾ ഒക്കെ, നിങ്ങൾ എത്രയോ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് ദാഹിച്ച് പിടഞ്ഞു മരിക്കുന്നു. ഫലസ്തീനിലും അതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ പട്ടിണി കിടന്ന് നമ്മൾ അറിയുന്നില്ല വാർത്തകൾ.
നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. രാവിലെ തുറക്കുന്ന പത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ബോംബിലൂടെ 50 ആള് മരിച്ചു, 100 ആള് മരിച്ചു എന്നൊരു വാർത്തയല്ലാതെ ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന്, ഗസയുടെ മണ്ണിൽ നിന്നൊന്നും നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ അതിനേക്കാൾ ഭീകരമാണ്. പക്ഷെ അവരാരും എവിടെയും പോയി ഒളിച്ചിട്ടില്ല. ഇന്നലകളിൽ അവർ പറയുന്നത്, ഞങ്ങൾ എവിടെയും പോയി ഒളിക്കുകയില്ല. ഞങ്ങളുടെ ജീവൻ അവശേഷിക്കുന്ന കാലത്തോളം ഈ മണ്ണിന് വേണ്ടി, ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ആയുധം ഈ വാക്കുകളാണ്, ഈ വാക്കുകളാണ്, അല്ലാഹ് എന്ന ബോധമാണ് എന്ന് പറയുന്നത് അവിടുത്തെ യുവാക്കളല്ല, അവിടുത്തെ വലിയവരല്ല, അവിടുത്തെ ചെറിയ മക്കളാണ്. മനസ്സിലായില്ലേ? ഇസ്രായേലിലെ ജനങ്ങൾ ബങ്കറുകളിൽ ഒളിച്ചപ്പോ ഫലസ്തീനിലെ മക്കൾ എവിടെയും പോയി ഒളിച്ചിട്ടില്ല. അവരെല്ലാം അല്ലാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി അവർ നിലനിൽക്കുകയാണ്. പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അല്ലാഹു സംരക്ഷണം നൽകുമാറാകട്ടെ. പറഞ്ഞു വന്നത്, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അത് കിട്ടാതിരിക്കണം. ആ വെള്ളം കിട്ടാതിരുന്നാൽ അതിന്റെ വാല്യൂ നമ്മൾ അറിയുകയുള്ളൂ. ആരാ നൽകുന്നത്? അല്ലാഹ്. ലൗ നശാഉ ജഅൽനാഹു ജാജൻ ഫലൗലാ തഷ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയാൻ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നാം ദുസ്വാദുള്ള, തീരെ സ്വാദില്ലാത്ത ഉപ്പുവെള്ളമാക്കുമായിരുന്നു. എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്താണ്? അല്ലാഹു ഉദ്ദേശിച്ചാൽ ഈ പെയ്യുന്ന മഴ നമുക്ക് പറ്റാത്ത, അരോചകമായ, ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമാക്കാൻ റബ്ബിന് പറ്റും. എന്നിട്ട് എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? ഫലൗലാ തഷ്കുറൂൻ. എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? ഖുർആന്റെ ചോദ്യം. അതുകൊണ്ട് വിശ്വാസികളെ, ചിന്തിക്കുക, ആലോചിക്കുക, റബ്ബിലേക്ക് മടങ്ങുക, അല്ലാഹുവിലേക്ക് മടങ്ങാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മഴ ശക്തമായി വരുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലാഹുമ്മ സയ്യിബൻ നാഫിയൻ. അല്ലാഹുവേ, ഈ മഴയെ ഉപകാരമുള്ള മഴയാക്കി തീർക്കണേ അല്ലാഹ് എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി. അല്ലാഹുവേ, മഴ അത് നിന്റെ ഫദ്ലാണ്, നിന്റെ കാരുണ്യമാണ് റബ്ബേ എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സഹോദരങ്ങളെ, മഴ പെയ്യുമ്പോൾ ആരും പ്രാകരുത്. മുറ്റത്തൊരൽപ്പം വെള്ളം കെട്ടിയതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിൻ്റെ പേരിൽ സാധാരണ മലയാളികളൊക്കെ പറയുന്ന കുറേയേറെ പദങ്ങളുണ്ട്, പറഞ്ഞു പോകരുത്. ഒരു വിശ്വാസി പറയേണ്ടത് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ മുതിർന ബിഫദ്ലില്ലാഹി വറഹ്മതി. ഇതിനപ്പുറത്തേക്ക് ഒരു വർത്തമാനം പറഞ്ഞാൽ അത് അല്ലാഹുവിനെ ചീത്ത പറയുന്നതിന് തുല്യമാണ്. അല്ല, അല്ലാഹുവിനെ ചീത്ത പറയലാണ്. അത് പറയരുത്. മഴ പെയ്യാണെങ്കിൽ പെയ്യട്ടെ, വെയിലടിക്കണമെങ്കിൽ അടിച്ചോട്ടെ,
അതിലൊക്കെ ഒരു അനുഗ്രഹമുണ്ടാകും. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്തെ ഞങ്ങൾക്ക് നീ നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടി ആ അനുഗ്രഹത്തെ നാം പ്രതീക്ഷിക്കുക. അതാണ് അല്ലാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഓർമ്മയുണ്ടാകണം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ മുതിർന ബിഫദ്ലില്ലാ വറഹ്മതി എന്ന ഈ പ്രാർത്ഥനകളാണ് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അതറിയാത്തവർ പഠിക്കുക. 2 വാക്കുകൾ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, ഇത്രയേ മുതിർന ബിഫദ്ലില്ലാ വറഹ്മതി. ഈ 2 വാക്കുകൾ അടങ്ങുന്ന ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എപ്പോൾ മഴ പെയ്യുമ്പോഴും ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ മഴയുടെ മുന്നറിയിപ്പുകൾ അത് നമ്മൾ ചെവികൊള്ളണം. ഒരിക്കലും അതിനെ അവോയ്ഡ് ചെയ്യരുത്. മുന്നറിയിപ്പുകളെല്ലാം അപകടങ്ങൾ വരാതിരിക്കാനുള്ളതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ ശ്രദ്ധിക്കുക, കുട്ടികളും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അത് കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും പാലിക്കണം. ഒരു മഴക്കാല സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ടോ അത് കൃത്യമായി നിർവഹിക്കണം. ഇതാദ്യം പഠിപ്പിച്ചത് മതം തന്നെയാണ്, ദീന് തന്നെയാണ്. അത് പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക ചര്യയിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മഴക്കാലങ്ങളിൽ പകരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, അതിന് കാരണമായ കൊതുക് പോലെയുള്ള ജീവികൾ, അതിനെയൊക്കെ ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകണം. പകർച്ചവ്യാധികൾ അത് വളരെ വല്ലാതെ വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനുള്ള വഴികളും മാർഗങ്ങളും നാം തേടണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലൊക്കെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ വഴികളൊക്കെ ഒന്ന് വൃത്തിയാക്കുക. പലപ്പോഴും പോകുന്ന വഴികൾ പലതും കാണാറുണ്ട്. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പലതുമുണ്ട്, പക്ഷെ ഒഴിവാക്കാറില്ല. അതുകൊണ്ട് അത്തരം അവസരങ്ങൾ വന്നാൽ ഒഴിവാക്കുകയും അതുപോലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. നമ്മുടെ വീടിന് ചുറ്റുപാടുകളും അത്തരത്തിലുള്ള വൃത്തികേടുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ മഴക്കാലത്ത് വീടിനും വീട്ടുകാർക്കും കുടുംബത്തിനും ഉപകരിക്കുന്ന കാര്യങ്ങൾ കൂടി നിർവഹിക്കണമെന്നും രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ രോഗങ്ങളും നിങ്ങൾ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും പട്ടിണി കൊണ്ടും അവരുടെ ശത്രുക്കളാലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് റഹ്മാനെ. അവർക്ക് നീ സംരക്ഷണം നൽകണം റഹ്മാനെ, സംരക്ഷണം നൽകണം റഹ്മാനെ. നിരപരാധികളായ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് അല്ലാഹുവേ, ഇസ്ലാമിക സമൂഹത്തെ സംരക്ഷിക്കണേ റഹ്മാനെ, ഇസ്ലാമിക സമൂഹത്തെ സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും കലാപങ്ങളും എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും അല്ലാഹുവേ മനുഷ്യരെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും സമൂഹത്തെയും കാക്കണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين
آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. صلى الله على محمد وآله وصحبه أجمعين. والحمد لله رب العالمين. صلى الله على محمد وآله